എവിടെയെന്ന് പറയണ്ടല്ലോ, നമ്മുടെ AR ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിയിലെ ഇന്നൊരു ചെറിയ പർച്ചേസിങ്ങിന് വന്നാ. അപ്പൊ നമ്മുടെ സെലിബ്രിറ്റീനെ ഒന്ന് കാണണ്ടേ, രാജുവേട്ടനെ എന്തായാലും നമുക്ക് കാണാൻ പറ്റണേ എന്ന് കരുതിയിട്ടാട്ടോ ഇന്നത്തെ വരവ്. കണ്ടതും നമ്മളടുത്ത് നന്നായിട്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മുടെ പർച്ചേസിലോട്ട് ഇറങ്ങുകയാണേ. കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ധാവണി കണ്ണിലുടക്കിയത് വേഗം ഞാൻ ഇട്ട് നോക്കി, അതപ്പം തന്നെ ഞാൻ മേടിക്കും ചെയ്തു കേട്ടോ. വേറെ ധാവണി കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ആണല്ലോ കേട്ടോ. നമുക്ക് അവിടുന്ന് തിരിച്ച് പോരാനേ തോന്നില്ല, അത്രയും അധികം കളക്ഷൻസ്. ധാവണിയായാലും സാരിയായാലും ഒരുപാടുണ്ട് കേട്ടോ. സാരീസൊക്കെ ഒരുപാട് നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പോയി, എങ്ങനെ അവിടുന്ന് എടുക്കാതെ പോരാ എന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്തൊരു ലക്ഷ്യം ഗോഡൌൺ കാണുക എന്നുള്ളതായിരുന്നു. അവിടെ തന്നെ ഒരു വണ്ടിയിൽ നമ്മളെ ഗോഡൌണിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഷോപ്പിൽ തന്നെ ഒരുപാട് നേരം പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഗോഡൌണിലേക്ക് വന്നത്. എനിക്കിഷ്ടപ്പെട്ട കളർ സാരീസ് ആയാലും മെറ്റീരിയൽ ആയാലും ഇവിടെ ഉണ്ടായിരുന്നു. വന്നത് എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് അത് തന്നെയായിരുന്നു കേട്ടോ. ഈ ടൈപ്പ് ഓഫ് സാരീസ് ആണ് ഞാൻ നോക്കി വന്നതും. അടുത്തതാണ് നമ്മൾ കാണേണ്ട സ്ഥലം. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ബിന്ദു പണിക്കരാനായി. കാരണം ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലോട്ട് കയറിപ്പോയ പോലെ ഏതെടുക്കണം എന്തെടുക്കണം തല ചുറ്റിയത് കണ്ടിട്ട് സത്യം പറഞ്ഞ അത്രയും അധികം സാരികളാണ് ഈ കിടക്കുന്നത് മൊത്തം. ഗോഡൌൺ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ നേരിട്ടിട്ട് ഇത്രയും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ. എവിടെ നിന്ന് എടുക്കുന്നതും സാരി അത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കന്നെ വേണം. തിരക്കായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാതും വലിച്ചു കിടക്കുന്ന പോലെ ഇവരെല്ലാ പ്രാവശ്യവും അത് മാറ്റി വെക്കാറുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് തരം സാരികൾ എൻ്റെ കണ്ണിലുടക്കി. ഈ ഒരു സാരി മിഴിരണ്ടിലും ഫിലിമിലത്തെ സാരിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കുറച്ച് ഷോ ഓഫ് ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പിടിസാരി എന്നൊക്കെ പറയാലോ. പിന്നെ ഒരുപാട് നമ്മൾക്ക് ചേരുന്ന നമ്മുടെ കണ്ണം വിസ്മയിപ്പിക്കുന്ന എന്നൊക്കെ പറയില്ലേ, അതേ ടൈപ്പ് ഓഫ് സാരീസ് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഇതായിരുന്നു. നമുക്കൊരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് അവിടെ ഞാൻ കണ്ടു കേട്ടോ. സാരി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാരി കണ്ടപ്പോൾ ഇതെടുക്കണോ അതെടുക്കണോ പറഞ്ഞിട്ട് ഇട്ട് നോക്കുക വെച്ച് നോക്കുകയായിരുന്നേ. പിന്നെ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ധാവണി സെക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതേ. നോക്കുമ്പോൾ ഫുൾ ലോട്ടസ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ധാവണിയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് മൊത്തം ധാവണികളാണ്. പട്ടുപാവാട, ധാവണി, എന്തെന്നാ പറയുക, നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തല ചുറ്റിപ്പോവും, തലവേദനയ്ക്കായിരുന്നു അത്രയും. ഇത് വന്നിട്ട് പട്ടുപാവാട പോലെയാണ് കേട്ടോ. പാവാടയും ടോപ്പും ആയിരുന്നു. ഇത് വന്നിട്ട് പട്ടുപാവാടയാണെങ്കിൽ നല്ല രസമുണ്ട്. എൻ്റെ ബ്ലൂ എന്ന് ഭയങ്കര ഫേവറേറ്റ്. ബായ് ഒന്നും പറയാൻ പറ്റാതെ ഞാൻ ഇവരുടെ അടുത്ത് ബായ് പറയാം. ഷോപ്പിലോട്ട് തിരിച്ചു വന്നത് നമുക്ക് അവിടെ നിന്ന് ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാരിയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സാരിയും സെറ്റ് സാരിയും പിന്നെ ധാവണിയൊക്കെ നമ്മൾ മേടിച്ചു. രാജുവേട്ടൻ പിന്നെയും വന്നിട്ട് നമ്മുടെ കടയിൽ വന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ അടിപൊളിയാന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.